നമുക്ക് ജൂണിലെ എക്സാംസിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് PSC പ്രൊഫൈൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ കൺഫർമേഷൻ ഡേറ്റ്സ് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ഏത് ഡേറ്റ്സ് മുതൽ ഏത് ഡേറ്റ്സ് വരെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ പരീക്ഷകളാണ് ജൂണിൽ വരുന്നത്, ഈ പരീക്ഷകളിൽ എത്ര ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ പോസ്റ്റ് നോക്കാം. അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ ആണ്. നമുക്കറിയാം നമ്മുടെ LSDD പ്ലാനിംഗ് വിങ്ങിലേക്കുള്ള അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ പോസ്റ്റാണ്. 19 വേക്കൻസികളോട് നോട്ടിഫൈഡ് ആയിട്ടുള്ള പോസ്റ്റാണ്. ഇത് അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജനറൽ കാറ്റഗറിയിലും ഉണ്ട്. സ്റ്റേറ്റ് വൈഡ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റലും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് അല്ലാണ്ട് നമ്മുടെ സാധാ കാൻഡിഡേറ്റ്സിൻ്റെ ഇടയ്ക്ക് നടത്തുന്നുണ്ട്. അപ്പം നമുക്ക് അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ ഡിപ്പാർട്ട്മെൻറ്റൽ കോട്ട എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കാൻഡിഡേറ്റ്സിനും, ബാക്കി നമ്മുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ BTech BArc ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പരീക്ഷ മുഖാന്തരമാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷ PSC നിശ്ചയിച്ചിരിക്കുന്നത് 11th ജൂണാണ്. ഓൾറെഡി നമ്മളിത് ഇൻഫോം ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടി പറയുകയാണ്, 11th ജൂണിലാണ് നമുക്ക് ഈ ഒരു എക്സാം PSC കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23/3/2025 to 11/4/2025 വരെയാണ്. അതായത് 11/4 ഏപ്രിൽ 11 ലാസ്റ്റ് ഡേറ്റ് ഫോർ കൺഫർമേഷൻ. സോ അതിനുള്ളിൽ കൺഫർമേഷൻ കൊടുക്കാൻ നോക്കുക. OTPയിലൂടെയാണ് നിങ്ങൾക്ക് പ്രൊഫൈലിൽ കയറുമ്പോൾ കൺഫേം നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതുവഴി നമുക്ക് നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കൺഫ്യൂഷനും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് OMR അല്ലെങ്കിൽ നമുക്ക് OMR എക്സാം ആണ് ഉണ്ടാവുക, ഓൺലൈൻ എക്സാം ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. ബിക്കോസ് കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ. അപ്പം നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൽ കോട്ടയിൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വന്നിരിക്കുന്നത് 458, അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിൽ നമുക്ക് വന്നിരിക്കുന്നത് 21,080 ആണ്. അപ്പോൾ സിലബസും PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം 21,000 കാൻഡിഡേറ്റ്സിൽ ഒരാളായിരിക്കും നിങ്ങൾ. ഇതിൽ നിങ്ങൾ ഈ 21,000 നമ്പർ കണ്ട് പേടിക്കൊന്നും വേണ്ട. ഈ 21,000 തന്നെ പ്രിപ്പയർ ചെയ്ത് സീരിയസ് ആയിട്ട് തുടക്കം മുതൽ എക്സാം വരെ നമ്മൾ എക്സാമിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന എണ്ണം വളരെ കുറവായിരിക്കും. അതിലൊരാളായി മാറി ആദ്യത്തെ 10ഓ 15ഓ റാങ്കിനുള്ളിൽ വന്ന് ആദ്യത്തെ അഡ്വൈസുകളിൽ തന്നെ ജോലി നേടിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇതാണ് അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ പോസ്റ്റിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സോ ഇത് മനസ്സിലാക്കി കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങുക. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിൻ്റെയാണ്. 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ പോസ്റ്റുകളിലേക്കാണ് പരീക്ഷ PSC കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. പരീക്ഷ തീയതി PSC തീരുമാനിച്ചിരിക്കുന്നത് 27 ജൂൺ 2025 ആണ്. ഇപ്പോൾ 27th ജൂണിനാണ് നമുക്ക് ഈ ഒരു എക്സാം നടക്കുന്നത്. അതായത് 2 ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ നമുക്ക് LSTD ഇപ്പോൾ PWD ഇറിഗേഷനും LSTD ഡിപ്പാർട്ട്മെൻറ്റും ആണുള്ളത്. അതിൽ ഈ രണ്ട് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ കൂടി കോമൺ ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടിനും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും തന്നെ ഹോൾ ടിക്കറ്റിൽ മുകളിൽ കാണിച്ചിരിക്കും. ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് കൺഫർമേഷൻ കൊടുക്കാൻ നിങ്ങൾ രണ്ടും അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അത് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സെയിം തന്നെയാണ്, 11/4/2025 തന്നെയാണ്. പിന്നെ നമുക്ക് ഈ പരീക്ഷയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ടോട്ടൽ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം നോക്കാം. ഇതിൽ PWD ഇറിഗേഷനിലാണ് ആൾക്കാരുടെ എണ്ണം കൂടുതലുള്ളത്. 32,696 കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ LSTD 28,957 ഉള്ളൂ. മേ ബി ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു വ്യത്യാസം കാണുന്നത്. അതല്ലെങ്കിൽ ഓൾറെഡി സെക്കൻഡ് ഗ്രേഡോ തേർഡ് ഗ്രേഡോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ LSTDയിലുള്ളവർക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫസ്റ്റ് ഗ്രേഡ് എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ഈ ഒരു വ്യത്യാസം കിടക്കുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ ചൂസ് ചെയ്തെടുത്താണല്ലോ പോകുന്നത്. അതുകൊണ്ടാണ് ഏകദേശം എന്നാലും 25,000 അത് 30 വലിയ വ്യത്യാസമില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 28,000ഉം 32,000ഉം ആണുള്ളത്. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം. ഞാൻ നേരത്തെ അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനറിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഇത്രയും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ കണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ സീരിയസ് ആയിട്ട് ആദ്യം മുതലേ, അതായത് ഈ ഒരു പരീക്ഷ അപ്ലൈ ചെയ്ത് ഇനി നമ്മൾ പരീക്ഷ തീയതിയായ 27th ജൂൺ വരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒരാളായി എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഗ്രേഡ് PWD ഇറിഗേഷൻ അതുപോലെ LSTD ഒക്കെ അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് ഉള്ള പോസ്റ്റുകൾ തന്നെ ആയിരിക്കും. അപ്പം സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ എക്സാമിലേക്ക് 2 മാസം വ്യത്യാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ 2 മാസത്തിനുള്ളിൽ ഫസ്റ്റ് ഗ്രേഡിന് കുറച്ചുകൂടെ സമയം കാണും, ഒരു 2.5 മാസത്തോളം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെങ്കിലും അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ ആദ്യമാണ്, 11th സോ ഈ ഒരു ഡേറ്റ്സ് നോക്കി എഫക്റ്റീവായിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി ഒരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ 4 മുതൽ 6 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് സ്റ്റഡി ടൈം ഓരോ ദിവസവും സ്പെൻഡ് ചെയ്ത് ഈ എക്സാമിന് വേണ്ടി എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.